ഹലോ നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ തൊടുപുഴയിലെ ഫെസ്റ്റിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ്. ഞങ്ങളൊരു ഞായറാഴ്ച വീട്ടിൽ ടൈം കിട്ടിയപ്പോൾ എവിടെയെങ്കിലും പോകാൻ വേണ്ടി ഒന്ന് ഇറങ്ങിയപ്പോൾ എന്നാൽ തൊടുപുഴ ഫെസ്റ്റിലെ കാണാൻ പോകാം എന്നോർത്ത് നേരെ തൊടുപുഴയ്ക്ക് പോയി. തൊടുപുഴയിൽ ഫെസ്റ്റ് നടക്കണ്ടെന്ന് അറിയായിരുന്നു, പക്ഷെ എന്നാലും ഞങ്ങൾ ഇങ്ങോട്ട് പോകാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ട് പോയതൊന്നുമല്ല. അങ്ങനെ ഇൻസ്റ്റാഗ്രാം നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു റീല് കണ്ട് എന്നാൽ ചുമ്മാ ഒന്ന് പോയി നോക്കിയേക്കാം എന്നോർത്ത് ഞങ്ങൾ പോയി നോക്കിയതാണ്. അതുകൊണ്ട് ഇവിടെ ഫെസ്റ്റിൽ എന്തൊക്കെയാണ് ഒരുക്കി വെച്ചേക്കണേന്നൊക്കെ ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു, റീൽസൊക്കെ കണ്ടു പോയതുകൊണ്ട്. നമ്മൾ എൻട്രി പാസ് എടുത്ത് പാസിന് 100 രൂപയാണ് ഒരാൾക്ക്. നമ്മൾ എൻട്രി പാസ് എടുത്ത് കയറിക്കഴിഞ്ഞ് ആദ്യം ഒരു സ്നോ ലാൻഡിലേക്കാണ് ചെല്ലുന്നത്. സ്നോ ലാൻഡ് എന്ന് പറഞ്ഞാലും നമുക്ക് എല്ലാം അവർ ചെയ്തു വച്ചിരിക്കുന്ന സെറ്റിട്ട് ഇരിക്കുന്നതെല്ലാം സൂപ്പറാണ്. പക്ഷേ നമുക്ക് ഇപ്പോൾ ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ നമുക്ക് തണുപ്പ് അങ്ങോട്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് നമുക്കത്ര കൂള് ചെയ്യുന്ന ഒരു ഫീലിംഗ് ഒന്നും ഇല്ലായിരുന്നു. കുറച്ചും കൂടി AC ഒക്കെ സെറ്റ് ചെയ്ത് കുറച്ചും കൂടി തണുപ്പ് കിട്ടുമായിരുന്നെങ്കിൽ നമുക്കൊരു സ്നോ ലാൻഡിൽ പോയതിൻ്റെ അതേ ഒരു സുഖം തന്നെ കിട്ടിയേനെ. പക്ഷേ കാണാൻ നല്ല രസമായിരുന്നു, എല്ലാം നല്ല സെറ്റായിരുന്നു. കുറച്ചും കൂടി ഇപ്പം ഭയങ്കര ചൂടല്ലേ, കാലാവസ്ഥ ഭയങ്കര മോശമല്ലേ, കടും വേനലായതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഭയങ്കര ചൂടായിരുന്നു. കുറച്ചും കൂടി കാരണം ഞായറാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ ക്രൗഡ് കൂടുതലായിരുന്നു, ആളുകൾ കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ചൂടൊക്കെ ആയിരുന്നു. അപ്പോൾ കുറച്ചും കൂടി AC ഒക്കെ വെച്ച് കുറച്ചും കൂടി ഒന്ന് തണുത്ത ഒരു അന്തരീക്ഷം കൂടി ആയിരുന്നെങ്കിൽ നമുക്ക് നല്ല രസമായേനെ. പക്ഷേ സെറ്റ് ഇട്ടേക്കണ എല്ലാം സൂപ്പറായിരുന്നു. കുട്ടികളൊക്കെ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അത്യാവശ്യം കണ്ട് ഫോട്ടോ എടുക്കാനും എല്ലാം നല്ലൊരു ഭംഗിയും ഇതൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അത്യാവശ്യം വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്തു. പിള്ളേരെ നിർത്തിയൊക്കെ കുറച്ച് ഫോട്ടോയൊക്കെ എടുക്കാനൊക്കെ പറ്റി. അതിന് തിരക്കാണെങ്കിലും നമുക്ക് അത് അങ്ങനെയൊക്കെ ചെയ്തിട്ട് പോകാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. ലച്ചു സ്നോ ലാൻഡ് ഇഷാര നന്നായി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. സ്നോ ലാൻഡിൽ നിന്ന് നേരെ നമ്മൾ മത്സ്യകന്യകയുടെ അടുത്തേക്കാണ് ചെന്നത്. അപ്പോൾ 2 ചേച്ചിമാരായിരുന്നു. ചേച്ചിമാർ നന്നായി പണിയെടുക്കുന്നുണ്ടായിരുന്നു. നല്ല നമ്മൾ ഓരോരുത്തരെ കാണുമ്പോൾ പിള്ളേരെയൊക്കെ കാണുമ്പോൾ നന്നായി വിഷ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർക്ക് പ്ലെയിൻ കിസ്സൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അവരെ ഒത്തിരി എൻജോയ് ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു 2 പേരും. പിന്നെ അത്യാവശ്യം ഷോപ്പുകളുണ്ടായിരുന്നു. അത്യാവശ്യം നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ഫർണിച്ചർ അങ്ങനത്തെയൊക്കെ ബുക്ക് ചെയ്യാനും കാണാനും അതിനെക്കുറിച്ച് പൈസയും റേറ്റൊക്കെ അറിയാനും ഒക്കെയുള്ള കുറച്ച് ഷോപ്സും കാര്യങ്ങളും. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം മിഠായി, അതുപോലെ പലഹാരങ്ങൾ, അച്ചാറുകൾ, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നമുക്ക് മേടിക്കാൻ പാകത്തിനുള്ളത് അങ്ങനെയൊക്കെ ഒരുപാട് ഷോപ്സൊക്കെ ഉണ്ടായിരുന്നു.
അത്യാവശ്യം ബജ്ജി ഐറ്റംസും എല്ലാം ഉള്ള കുറച്ച് ഫുഡ് സ്റ്റോറൊക്കെ ഉണ്ടായിരുന്നു, ഫുഡൊക്കെ കഴിക്കാൻ പാകത്തിന്. അതും അത്യാവശ്യം ആവശ്യമുള്ളവർക്കൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യായിരുന്നു. മത്സ്യകന്യകയുടെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് നമ്മളിങ്ങനെ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് നമുക്കൊരു വലിയൊരു കൗതുകം തന്നെയായിരുന്നു അത്. അതിൽ നിന്ന് പിന്നെ നേരെ നമ്മൾ ഒരു വെള്ളച്ചാട്ടം സെറ്റിട്ടിരിക്കുന്ന, ഒരു നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ രീതിയിൽ സെറ്റിട്ടിരിക്കുന്ന കളർഫുള്ളായിട്ടുള്ളൊരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്കാണ് നമ്മൾ ചെയ്യുന്നത്. ലേറ്റ് ഉള്ള വെള്ളച്ചാട്ടം. അതും അവർ ഒരുപാട് എഫേർട്ട് ഇട്ടിരിക്കുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. അത്യാവശ്യം വലിപ്പമുള്ള, നല്ല രീതിയിൽ നമ്മുടെ ദേഹമൊക്കെ നനയ്ക്കാൻ പാകത്തിനുള്ള, പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലായിരുന്നു അവർ സെറ്റിട്ടിരിക്കുന്നത്. അതും കാണാൻ നല്ല മനോഹരമായിരുന്നു. അത് നല്ല കാഴ്ചയായിരുന്നു. നമുക്കത് വെള്ളച്ചാട്ടം നല്ല രീതിയിൽ അവർ മോട്ടറൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് നമ്മുടെ ദേഹമൊക്കെ നനയാൻ പാകത്തിന് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ നല്ല രസമായിരുന്നു ആ വെള്ളച്ചാട്ടവും കാണാനും. പിന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ കുറേ അത്യാവശ്യം റൈഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുട്ടികൾക്ക് 7 വയസ്സിന് മുകളിലേക്കുള്ള കുട്ടികൾക്ക് പറ്റിയ റൈഡും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇഷാരയ്ക്കൊക്കെ എല്ലാ റൈഡിലും കയറണം. അപ്പോൾ അതുകൊണ്ട് പിന്നെ അധികം അധികം നേരം അവിടെ നിന്നില്ല. ഭയങ്കര കരച്ചിലൊക്കെയായിരുന്നു. എല്ലാ റൈഡിലും കയറണം. അപ്പം എല്ലാത്തിലും കയറ്റാൻ നമുക്ക് പറ്റത്തില്ല. ഒറ്റ പാസ്സായിരുന്നെങ്കിൽ പിന്നെ അത്യാവശ്യം നമുക്ക് ഏതിലൊക്കെ കയറ്റാമായിരുന്നു. എന്നാലും 7 വയസ്സിന് മേളിലേക്കുള്ള പിള്ളേർക്കാണ് പറ്റിയ റൈഡ് ഉള്ളൂ. ചെറിയ ഈ ട്രെയിൻ പോലത്തെ ഒക്കെ റൈഡിൽ ജസ്റ്റ് ഒന്ന് കയറ്റി. എല്ലാത്തിനും സെപ്പറേറ്റ് പൈസയാട്ടോ. ഈ ട്രെയിൻ പോലെയുള്ള ഈ റൈഡിന് 50 രൂപ, അല്ലാത്ത എല്ലാത്തിനും 100 രൂപയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇഷ്ടപ്പെട്ട് കയറിയതൊന്നുമല്ല. ഇതിലായിരുന്നു ഇഷാരയ്ക്ക് കയറാൻ പറ്റുള്ളൂ. ബാക്കി ഒന്നിലും അവരുടെ ഏജ് അനുസരിച്ച് കയറാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് പുള്ളിക്കാരിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. വേറെ റൈഡിലൊക്കെ കയറാനായിരുന്നു താല്പര്യം. പക്ഷേ നമുക്ക് പ്രായം അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ നമ്മൾ അധികം നേരമൊന്നും നിന്നില്ല. നേരെ പുറത്തേക്ക് ഇറങ്ങിയേക്കാമെന്ന് ഓർത്തു. അല്ലെങ്കിൽ ഇവർ സമ്മതിക്കില്ലായിരുന്നു. എല്ലാത്തിനും കയറാൻ വേണ്ടി ഓടി ഈ കരച്ചിലും പ്ലീസ് അമ്മേനെ കയറ്റാമോ എന്നൊക്കെ ചോദിക്കലൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ മറ്റുള്ളവർക്ക് ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ എന്ന് ഓർത്ത് നമ്മൾ വേഗം തന്നെ അവിടെ നിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി. ഇഷാരുടെയൊക്കെ സൗണ്ട് ഭയങ്കര കരഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് മറ്റുള്ളവർ നമ്മളെയൊക്കെ നോക്കുന്നത് കൊച്ചുങ്ങൾ എന്താ ഇങ്ങനെ കരയണേന്നൊക്കെ ഓർത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവരെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടോ എന്നൊരു തോന്നലൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് ഇറങ്ങി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വിശേഷങ്ങൾ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.